നമസ്കാരം. ഓരോ ദിവസം കഴിയുന്നതിനനുസരിച്ച് ആയുർവേദ ഹോസ്പിറ്റലുകളിലും രോഗികളുടെ എണ്ണം കൂടി വരികയാണ്. ചില കാര്യങ്ങളിൽ എല്ലാവരും, പ്രത്യേകിച്ച് സ്ത്രീകൾ, അവരവരുടെ അസുഖങ്ങൾ മാറ്റി വെച്ചിട്ട് മറ്റുള്ളതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് സാരമില്ല, ഇത് പതുക്കെ മാറിക്കോളും എന്ന് വിചാരിക്കും. എന്നാൽ ചില രോഗങ്ങൾ നമ്മളങ്ങനെ നിസ്സാരമായിട്ട് കാണാൻ പാടില്ല. അങ്ങനെ നമുക്കത് ഒട്ടും നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ പറ്റാത്ത രീതിയിലേക്ക് പ്രോഗ്രസ് ചെയ്തു പോവാൻ സാധ്യതയുള്ള ചില രോഗങ്ങളുണ്ട്. എന്നാൽ ഒരു നടുവേദന ചില മൈൽഡ് ആണെങ്കിൽ അത് സാരമില്ല എന്ന് വിചാരിക്കും. പക്ഷേ വേറെ ചില രോഗങ്ങൾ നമ്മളിങ്ങനെ നിസ്സാരമായിട്ട് കാണുന്നത് വഴി നമുക്ക് ഒട്ടും പറ്റാത്ത ഒരു സ്റ്റേജിലേക്ക്, നമുക്ക് ഒട്ടും ബെഡ് റിഡൻ എന്നുള്ള കണ്ടീഷനിലേക്ക് പോവാൻ സാധ്യതയുള്ള ചില രോഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. ഞാൻ ഡോക്ടർ ബിന്ദു വർമ്മ, വർമാസ് ആയുർവേദ ഹോസ്പിറ്റൽ. ഞാനിപ്പോൾ പറഞ്ഞു, ഈ സന്ധിഗതവാദം എന്നാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസിന് ആയുർവേദത്തിൽ പറയുന്നത്. സന്ധികളെ ബാധിക്കുന്ന ആധിക്യത്തോടെ ബാധിക്കുന്ന രോഗങ്ങളാണ് സന്ധിഗതവാദം എന്ന് പറയുന്നത്. സന്ധി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ജോയിൻസ് ആണ്. ജോയിൻസ് വളഞ്ഞാണ് ഇരിക്കുന്നത്. അവിടെ ബ്ലഡ് സർക്കുലേഷൻ കടന്ന് ചെല്ലാൻ പറ്റാതെ വരികയും അവിടെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചേഴ്സ്, അവിടെ ഒരു ലിഗമെൻ്റ് ഉണ്ടാവും, മസിൽ ഉണ്ടാവും, ടെൻഡൻ ഉണ്ടാവും, ബോൺസ് ഉണ്ടാവും, അങ്ങനെ കൂടുതൽ ഫ്ലൂയിഡ് ഉണ്ടാവും. ഇത്രയും സ്ട്രക്ചേഴ്സ് വരുമ്പോൾ അവിടെ വരുന്ന അസുഖങ്ങൾ കുറച്ചുകൂടെ കൂടുതൽ സിവിയർ ആവാം, പ്രത്യേകിച്ച് വെയ്റ്റ് ബിയറിങ് ജോയിൻസ് ആയിട്ടുള്ള മുട്ടിൽ വരുമ്പോൾ. അതുകൊണ്ടാണ് കാൽമുട്ട് വേദന എന്ന് പറഞ്ഞ് ദിവസവും ഒരു പേഷ്യൻ്റെങ്കിലും ദിവസം നമ്മുടെ മുമ്പിൽ വരുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകളിൽ 70% ആളുകളിൽ കണ്ടുവരുന്ന ഒരു രോഗമാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, OANE അല്ലെങ്കിൽ കാൽമുട്ട് വേദന എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് വണ്ണം കൂടി മെനോപോസ് ആവുന്ന ലേഡീസിലാണ് ഇത് കൂടുതലായിട്ട് വരുന്നത്. ഞാൻ പറഞ്ഞ സന്ധിഗതവാദം എന്ന് പറയുന്നത് നമ്മളെ വെയ്റ്റ് ബിയറിങ് ജോയിൻസ് ആയിട്ടുള്ള എൽബോ ജോയിൻറ്റ്, ഷോൾഡർ, നീ, ഇവയിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഈ വേദന എങ്ങനെ വരാം? ഇതിന് പല കാരണങ്ങളുണ്ട്. ഒന്നുകിൽ അത് വേണമെങ്കിൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെ ഒന്ന് ഭാഗമാകും. നമ്മുടെ ആയുർവേദത്തിൽ വാതശോണിതം എന്ന് പറയുന്നതാണ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. അതായത് RA ഫാക്ടർ കൂടിയിട്ട് ജോയിൻസ്, അത് എല്ലാ ജോയിൻസിലും വരാം, മൈനർ ജോയിൻസിലും മേജർ ജോയിൻസിലും വരാവുന്ന ഒരു രോഗമാണ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. അതേപോലെ തന്നെ വേറെ ഒരു രോഗമാണ് റുമാറ്റിക് ഫീവർ, അതായത് ആമവാദം. അവിടെ വ്യത്യാസം എന്ന് പറയുന്ന, ആമവാദത്തിൽ കഫജം കൂടെയുണ്ട്. കഫം കൂടി വാദവും പിത്തവും കഫവും ഒക്കെ കൂടെ വരുന്നതിൽ പിത്തത്തിൻ്റെ അളവ് കുറയുമ്പോൾ ആ അവസ്ഥയാണ് ആമവാദം. അതും ഈ പറഞ്ഞ പോലെ വെയ്റ്റ് ബിയറിങ് ജോയിൻസ് ആയിട്ടുള്ള നീലും ഷോൾഡറിലും ഒക്കെ തന്നെയാണ് വരുന്നത്. ASO കൂടുതലായിരിക്കും. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ASO കൂടുന്ന അവസ്ഥയാണ് റുമാറ്റിക് ഫീവർ അല്ലെങ്കിൽ ആമവാദം എന്ന് പറയുന്നത്. പിന്നെ ഉള്ള ഗൗട്ടി ആർത്രൈറ്റിസ് ഉണ്ട്. യൂറിക് ആസിഡ്, വെള്ളം കുടിക്കുന്നത് കുറയുന്നത് മൂലം യൂറിക് ആസിഡ് ജോയിൻസിൽ, പ്രത്യേകിച്ച് നീ ജോയിൻറ്റിലും കാലിൻ്റെ പാദത്തിലും അക്യൂമുലേറ്റ് ചെയ്തിരിക്കുമ്പോൾ അങ്ങനെ വരാവുന്ന മുട്ടുവേദനയാണ് ഗൗട്ടി ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. ഇതിനൊക്കെ പുറമേയാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ പ്രായത്തിൻ്റെ ഇതുകൊണ്ട് വസ്തിക്ക് തേയ്മാനം സംഭവിച്ച് വെയ്റ്റ് ബിയറിങ് ആയിട്ടുള്ള വിയർ ആൻഡ് ടിയർ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് സന്ധിഗതവാദം എന്ന് പറയുന്നത്. പിന്നെ വേണമെങ്കിൽ മുട്ടിൽ വരാവുന്ന മെനിസ്കൽ ടിയർ, അതിലുള്ള ജോയിൻസിൽ വരുന്ന ലിഗമെന്റ് ടിയർ വരാം. അങ്ങനെയുള്ള ഇഞ്ചുറീസ്, ആ ഇഞ്ചുറീസ് ചെറുതായിട്ട് കാണാൻ പാടില്ല, കാരണം ഒരു കളിക്കുന്ന ആളുകളാവാം. അങ്ങനെയൊക്കെ ഉള്ളവരിൽ ഈ ജോയിൻറ്റിൽ വരുന്ന ലിഗമെന്റ് ടിയർ നിസ്സാരവൽക്കരിച്ച് കൂടുതൽ മൂവ്മെൻറ്റ്സ് ചെയ്യുന്ന വഴി അത് കൂടുതൽ സർജറിയിലെത്തുന്ന ഒരവസ്ഥ വരും. വാതപൂർണ്ണ ധൃതിസ്പർശോ ശോഭം സന്ധിഗതോ അനില പ്രസാരണ ആകുഞ്ചനയോ അപ്രവർത്തിം സവേദന. ഇതാണ് ആയുർവേദത്തിൽ സന്ധിഗതവാദത്തിന് പറയുന്ന ഡെഫിനിഷൻ. അതായത് നമ്മൾ ഒരു സഞ്ചിയിൽ വെള്ളം കെട്ടി കിടക്കുന്ന പോലുള്ള ഒരു ഫീലിംഗ് അത് മുട്ടിലുണ്ടാവുകയും മുട്ട് മടക്കാൻ, പ്രസാരണ ആകുഞ്ചനം, നിവർത്താനും മടക്കാനും പ്രയാസം ഉണ്ടാവും. അത് തന്നെയാണ് സ്റ്റെപ്പ് കയറാനും ഇറങ്ങാനും പ്രയാസം. അപ്രവർത്തിം, അതായത് ഒട്ടും പറ്റുന്നില്ല. സവേദന, വേദനയോടെ പറ്റുന്നുള്ളൂ. അപ്പോൾ ആളുകൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ പറയുന്നത്, എനിക്ക് സ്റ്റെപ്പ് കയറാൻ പ്രയാസം അല്ലെങ്കിൽ സ്റ്റെപ്പ് ഇറങ്ങാൻ പ്രയാസം, കുറേ നേരം നിൽക്കാൻ പറ്റുന്നില്ല, നിൽക്കുമ്പോൾ കാലിന് നീര് വരുന്നു, ഇങ്ങനെയൊക്കെ ഉള്ളതാണ് അവർ ലക്ഷണമായിട്ട് പറയുന്നത്. സൗണ്ട് കേൾക്കുന്നു, ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നതാണ് ക്രെപ്പിറ്റസിനാണ് ഈ സൗണ്ട് എന്ന് പറയുന്നത്. 2 ബോൺസ് ഇടയിൽ ഉരസുന്നതിൻ്റെ സൗണ്ടാണ് ക്രെപ്പിറ്റസ് എന്ന് ഡോക്ടർ ഫീൽ ചെയ്യുമ്പോൾ വരുന്ന ആ സൗണ്ട്.
അത്ര പ്രശ്നമില്ല. എന്നാലും അത് കൂടി കൂടി വരുമ്പോൾ വരുന്നത് നമ്മുടെ 2 ബോൺസിൻ്റെ ഇടയിൽ കാർട്ടിലേജ് ഉണ്ടാവും. ഈ കാർട്ടിലേജ് പൊരഞ്ഞു പോകുമ്പോൾ അത് തമ്മിൽ ബോൺസ് ഉരഞ്ഞാൻ സാധ്യമാവുന്ന വഴി തേയ്മാനം കൂടുന്നു. അപ്പോൾ ആ ഫ്ലൂയിഡ് പുറകിൽ വന്ന് അക്യൂമുലേറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് രാത്രിയിൽ നല്ല മുട്ടുവേദന എന്ന് പറയുന്നത്. ആ അവസ്ഥ നമുക്ക് ഈ പറയുന്ന പോലെ നല്ല നീരായിരിക്കാം, ചിലർക്ക് ചുമപ്പുണ്ടാവാം, കാലിൻ്റെ പാദയോ ആസ്തായ എന്ന് പറഞ്ഞ് നമുക്ക് കാലിൻ്റെ പാദത്തിലാണ് ഏറ്റവും ആദ്യം വരുന്നത്. അത് വന്ന ശേഷം മുട്ടിനും നടക്കാതെ വരുമ്പോൾ കാല് തന്നെ വളഞ്ഞു പോകുന്നു, ഡീഫോമിറ്റിയിലേക്ക് പോകുന്ന ഒരു സ്റ്റേജാണ്. ഇതൊക്കെ ആയിരിക്കും ലക്ഷണമായിട്ട് പേഷ്യൻസ് പറയുക. നമ്മൾ ഉടനെ ഇനി ഇൻവെസ്റ്റിഗേഷൻ വേണമെങ്കിൽ എക്സ്റേ നോക്കാം, MRI നോക്കാം, അല്ലെങ്കിൽ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷനിൽ വൈറ്റമിൻ ഡി ചില പേഷ്യൻസിൽ കുറവായിരിക്കാം. ഇതെല്ലാം കൂടെ നോക്കിയാണ് വാട്ട് ഈസ് ദ റീസൺ എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക. ചിലർക്ക് ലേഡീസിൽ മെനോപോസ് കഴിയുമ്പോൾ യൂട്രസ് ഫങ്ഷൻ എത്തുമ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് കാൽസ്യം ഡെപ്പോസിറ്റ് കുറയുന്നത് വഴി തേയ്മാനം സംഭവിക്കാം. ഈ തേയ്മാനം അതേസമയം വെയിറ്റ് കൂടുകയും കൂടിയാണ്, ഒബിസിറ്റി കൂടുകയാണെങ്കിൽ നമുക്ക് 1 കിലോ കൂടുമ്പോൾ 4 ടൈംസ് ആണ് മുട്ടിൽ വരുന്ന സ്ട്രെയിൻ. അങ്ങനെ വരുമ്പോൾ ഓൾറെഡി തേയ്മാനം വന്ന ബോൺസിൽ കൂടുതൽ തമ്മിൽ ഉരസാൻ ഇടയാവുകയും തേയ്മാനം വരികയും ചെയ്യും. അപ്പോഴാണ് കാലിൻ്റെ വളഞ്ഞ് വാഗസ് ഡീഫോമിറ്റി. ഈ ഒരു 4ാമത്തെ സ്റ്റേജ് ദിവസം കൂടി വരുമ്പോൾ കണ്ടീഷൻ മൈൻഡ് ചെയ്യാതെ നിസ്സാരമായിട്ട് ഇതിനെ കാണുമ്പോൾ കൂടുതൽ കാല് വളയുകയും അതിനനുസരിച്ച് ഒട്ടും നടക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരികയും ചെയ്യും. അതാണ് അതിലുണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ്. നമ്മളിങ്ങനെ വരുന്ന ഇതിൽ സ്വാഭാവികമായിട്ടും കണ്ടീഷൻ പെയിൻ കില്ലർ കഴിക്കുകയോ അല്ലെങ്കിൽ സർജറി ചെയ്യുകയാണ് ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യുക. ചെറിയ കാര്യങ്ങളിൽ ലിഗമെൻറ്റ് ടിയറോ അങ്ങനെയൊക്കെ സ്പോർട്സ് ഇഞ്ചുറിയിൽ ചിലപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കാം, അല്ലെങ്കിൽ സർജറി ചെയ്യാറുണ്ട്. അതേസമയം നമ്മൾ നീ പെയിൻ പാർഷ്യലായിട്ടും കംപ്ലീറ്റ് ആയിട്ടും നീ റീപ്ലേസ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു 5 വർഷം കഴിയുമ്പോൾ വീണ്ടും അതേപോലെ പോസ്റ്റീരിയർ മൂവ്മെൻറ്റ്സ് പറ്റാതെ വരികയും അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും അടുത്ത കാലിന് ഈ ഒരു കാല് വയ്യാതാവുമ്പോൾ എന്ത് ചെയ്യും, അടുത്ത കാലിന് കൂടുതൽ ഫോഴ്സ് കൊടുത്ത് അടുത്ത കാലിലും വയ്യാതാവും. അങ്ങനെ ഇതേ കംപ്ലൈൻറ്റ്സ് അവിടെയും ആവർത്തിക്കപ്പെടാം. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ആദ്യത്തെ സ്റ്റേജിൽ തന്നെ നമ്മൾ ചികിത്സിച്ച് മാറ്റാൻ ശ്രമിക്കണമെന്ന് പറയുന്നത്. ആയുർവേദത്തിൽ ഈ പറയുന്ന കഫജം സ്ഥാനത്തുമായുള്ള സന്ധികളിൽ ശ്ലേഷ്മക കഫമാണ് വരുന്നത്. അതേപോലെ വാദം കൂടിയിട്ട് രക്താവരണം കൊണ്ട് വരുന്നതാണ് ഈ പിത്തം എന്ന് പറയുന്ന റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. അതേസമയം കേവല വാദമായിട്ടാണ് സന്ധിഗത വാദത്തിൽ വരുന്നത്. അപ്പോൾ നമ്മൾ വാദത്തിനെ ചികിത്സിക്കാനുള്ള മരുന്നുകളും ശമനമായി കൊടുക്കുകയും ചികിത്സയും ചെയ്യുന്നത് വഴി ഇതിൻ്റെ പ്രോഗ്രസ് തടയാൻ നമുക്ക് സാധിക്കും. ഇതിൽ രാസ്നേരണ്ടാതി, പുനർനവാതി പോലെയുള്ള കഷായങ്ങളാണ് കൊടുക്കേണ്ടത്. പിന്നെ ആമാവസ്ഥ എന്ന് പറയും ആയുർവേദത്തിൽ. ഇൻഫ്ലമേറ്ററി സ്റ്റേജ് ഉണ്ടെങ്കിൽ അമൃതോത്തരം, വെട്ടുമാറൻ പോലുള്ള മരുന്നുകൾ കൊടുക്കാം. മരുന്നുകൾ കൊടുത്ത ശേഷം ഇൻഫ്ലമേഷൻ കുറഞ്ഞ ശേഷമാണ് വാദത്തിനെ ചികിത്സിക്കേണ്ടി വരിക. നമ്മൾ ചികിത്സയിലാണെങ്കിലും ധാന്യാമ്ലധാര, പൂച്ച്, രൂക്ഷസ്വേദമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും പിന്നെ അഭ്യംഗത്തിൽ തുടങ്ങി വാദശമനമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. അകത്തും പുറത്തും സ്നേഹനം ചെയ്യുന്നത് സന്ധിഗത വാദത്തിനെ ചികിത്സിക്കാൻ സഹായിക്കും. ഇതിൻ്റെയൊക്കെ ഒപ്പം നമ്മൾ കിഴികൾ, പത്രപോടല സ്വേദം ചെയ്യും, ക്ഷീരധാര ചെയ്യും. അങ്ങനെ ചെയ്ത് വസ്തിയിലാണ് നമ്മൾ ചികിത്സ അവസാനിപ്പിക്കുക. വസ്തിയാണ് ഇതിന് കൊടുക്കുന്ന പഞ്ചകർമ്മം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലെ അഫക്റ്റ് ചെയ്തേക്കുന്ന ജോയിൻസിന് കുറച്ച് ഇൻഫ്ലമേഷൻ കുറയുകയും കംപ്ലൈൻസ് മാറാനും സാധ്യതയുണ്ട്. പിന്നെ സാധ്യത എന്നല്ല, മുഴുവനായി തന്നെ മാറാൻ സാധിക്കും. പിന്നെ വർഷത്തിലൊരിക്കൽ ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് വഴി ഇതിൻ്റെ പ്രോഗ്രസ് തടയാൻ പറ്റും. ഇതിൻ്റെ ഒപ്പം നമ്മൾ ആഹാരവും ഫിസിയോതെറാപ്പി, കൃത്യമായി എക്സസൈസുകൾ ചെയ്യുക. അതിൻ്റെ ഒപ്പം ആഹാരം ശ്രദ്ധിക്കുക. കൂടുതൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയതും കൂടുതൽ സ്പൈസി ആയിട്ടുള്ള ആഹാരമൊക്കെ ഒഴിവാക്കുക. ഒരു കാൽസ്യം കൂടുതലായിട്ടുള്ള ഇലക്കറികളൊക്കെ ധാരാളം കഴിക്കുക. കൃത്യമായി ആഹാരം ചിട്ട ശീലിക്കുക, ഉറങ്ങുക, എല്ലാം എക്സസൈസ് ചെയ്യുക. ഇങ്ങനെ വ്യായാമവും ആഹാരവും ശ്രദ്ധിക്കുന്നതിൽ കൂടി നമുക്ക് ഈ മുട്ടുവേദനയെ കൂടുതൽ കോംപ്ലിക്കേഷൻസിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കും.